സർ പ്ലീസ്. ചാർജ് എടുത്ത ഉടനെ തീരുമാനിക്കായിരുന്നു സ്റ്റേഷൻ വിസിറ്റിന്റെ കാര്യം. സബോർഡിനേറ്റ് സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ അടുത്തേക്ക്. ഇറ്റ്സ് നോട്ട് ഫെയർ. ഓഫീസർമാർ താഴേക്ക് ഇറങ്ങി വരണം, എന്നാലേ ജനകീയ പോലീസ് ആകൂ. എനിക്കതാ ഇഷ്ടം. സാർ, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സ്റ്റേഷനാണ് സാർ. എന്നിട്ടാണോ സ്ഥലം എസ് പി മജിസ്ട്രേറ്റിന് മുന്നിലിട്ട് പട്ടാപ്പകലൊരുത്തൻ ഷൂട്ട് ചെയ്ത് കൊന്നത്? എന്താ ഇൻസ്പെക്ടർ, ഈ സ്റ്റേഷൻ അതിർത്തി തന്നെയല്ലേ ആ കറൻസി കേസും രജിസ്റ്റർ ചെയ്തത്? അതെ സാർ. ആ, ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. സാർ. എന്റെ ടെറിട്ടറിയും. സാർ. വർഗീസ്, സർ. സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കം ഡ്രൈവേഴ്സ് അടക്കം സകലരെയും വിളിക്കണം. സർ. ഒഫീഷ്യലി ഐ എം വെരി സ്ട്രിക്റ്റ്. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയെ അനുവദിക്കില്ല. ഫോഴ്സിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും ഒരു നടപടി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായെന്നറിഞ്ഞാൽ പിന്നെ വെച്ചു പൊറപ്പിക്കില്ല ഒരു സെക്കൻഡ് പോലും. SP ചന്ദ്രശേഖരന്റെ കൊലപാതകം, ആംബുലൻസ് കറൻസി കേസ് വളരെ വളരെ വലുതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സോ വി ഹാവ് ടു അണർ ദ മിസ്റ്ററി അറൌണ്ട് ബോത്ത് ദീസ് കേസസ് അറ്റ് എനി കോസ്റ്റ്. സർ. സർ. ആ രണ്ട് കേസുകളുടെയും ഫയൽസ് എനിക്ക് വേണം. സർ. സാർ. സർ. എഞ്ചിൻ നമ്പർ 8082937, രജിസ്ട്രേഷൻ നമ്പർ TN8737. രജിസ്റ്റേർഡ് ഓണർ ഒരു തമിഴനാണ് സർ. കോയമ്പത്തൂരുകാരൻ വൺ നാഗരാജ്. എന്നിട്ട് അയാളെ കസ്റ്റഡിയിലെടുത്തോ? സർ, ഇല്ല. വൈ? കോയമ്പത്തൂർ അന്നപൂർണ ഗ്രൂപ്പിന്റെ റൈസ് മിൽ മാനേജറാണ് സാർ. സോ വാട്ട്? ഭരണത്തിൽ സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ മാനേജർ ആണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? സാർ, IG റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. വന്നല്ലോ, മറുപടി വന്നല്ലോ. നീ IG-ക്ക് അയച്ച റിക്വസ്റ്റിന്റെ ബദൽ SP വെട്രിവേൽ മാരൻ IPS പൂരിഞ്ചിതാ. സർ. Check the engine number. നമ്പർ വ്യത്യാസമുണ്ടല്ലോ. സർ, എഞ്ചിൻ നമ്പർ വ്യത്യാസമുണ്ട് സർ. അപ്പൊ ഇതിലുള്ള നമ്പർ? സർ, അത് ഫോറൻസിക് ടെസ്റ്റ് വരെ കഴിഞ്ഞ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും എഞ്ചിൻ നമ്പറും വേറെ. സത്യം പറ, എത്ര കിട്ടി ഈ കേസിൽ? നോ സർ, ഞാൻ അത്രക്കാരനല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു ചേഞ്ച്? കോയമ്പത്തൂരിലുള്ള അന്നപൂർണ ഗ്രൂപ്പിന്റെ റൈസ് മിൽ മാനേജർ നാഗരാജനെ അറസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റിന് മോളിൽ നിന്ന് അനുകൂലമായ മറുപടി കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായോ വർഗീസിന്? പുതിയ FIR എഴുതി ഈ എഞ്ചിൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും ഫാസ്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണം. എന്നിട്ട് കണ്ടുപിടിക്കണം ഓണർ ആരാണെന്ന്. ആരായാലും, എത്ര വലിയവനായാലും, ബ്രിങ് ഹിം ടു മൈ ഓഫീസ്. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിക്കാതിരുന്ന് പഠിക്കണം. നീ അച്ഛന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചാനലാ, അത് മറക്കണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്തിനാ? ഇവന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. എന്താ വർഗീസേ? ഒന്നുമില്ല. പിന്നെന്താ, പരിവാരങ്ങളൊക്കെ ആയിട്ട് എന്താ പ്രശ്നം? അത് ചെറിയൊരു കൺഫ്യൂഷൻ. ആ ആംബുലൻസ് വാനിന്റെ ഓണർഷിപ്പ് പരിശോധിച്ചപ്പോ മാധവേട്ടന്റെ പേരില്ല. എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മാധവേട്ടനൊന്ന് SP ഓഫീസർ വരണം, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇപ്പൊ തന്നെ വിട്ടേക്കാമെന്ന് ഇവിടെ അറിയിക്കാൻ വേണ്ടി പുതിയ SP അദ്ദേഹം പറഞ്ഞു. അയാൾക്ക് ഇങ്ങോട്ട് വന്നാ എന്താ? ഞാനത് പറഞ്ഞതാ. ആൾ അല്പം സ്ട്രിക്റ്റാ. ഉത്തരേന്ത്യയിലേക്ക് സർവീസിലിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. മൂപ്പർക്ക് എന്റെ ചോദ്യം പോലും പിടിച്ചില്ല. അങ്ങനെയാ നട്ടലുള്ള പോലീസ് ഓഫീസേഴ്സ്. എന്നാ പോവാം. അയ്യോ, മാധവേട്ടൻ കാറിൽ വന്നാൽ മതി. വർഗീസേ, ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമേ മാധവൻ നിയമം കയ്യിലെടുത്തിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് വേണ്ടി. എന്റെ സ്വന്തം കാര്യത്തിൽ എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. ശരിയല്ല എന്ന് നല്ല ബോധ്യമുള്ളത് പോലും. SP ഓഫീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരാൾ പോവേണ്ടത് സ്വന്തം കാറിലല്ല, ജീപ്പിലാ. അതാ ചട്ടം. ഇതിന്റെ പേരിൽ നിന്റെ യാത്രയൊന്നും മുടക്കണ്ട. ജമാലെ, നമ്മുടെ രജിസ്ട്രേഷനുള്ള വണ്ടി എങ്ങനെ അവിടെ എത്തിയെന്ന് അന്വേഷിക്കണം. എന്നിട്ട് ആ വിവരമായ ഉടനെ SP ഓഫീസിൽ വരണം. വർഗീസേ, പോവാം.
ഞാനും ഉണ്ട്. അപ്പൊ യാത്ര വണ്ടി എടുക്കട്ടെ മാല. വെൽക്കം മിസ്റ്റർ മാധവൻ. വെൽക്കം ടു മൈ ഓഫീസ്. വെട്രിവേൽ മാരൻ IPS. അപ്പോ താനാണ് വർഗീസ് പറഞ്ഞ സ്ട്രിക്റ്റായ പുതിയ SP. സൗഖ്യമായിരിക്കങ്ങളെ? കടവുൾ സഹായിച്ച സുഖത്തിന് ഒരു കുറവുമില്ല മാധവ. നല്ലത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എപ്പോഴും. കുരുവിള ജോർജും ചെറിയ പിള്ളിക്കാരും പിന്നെ രാമദത്തൻ ഉണ്ണിയുടെ മക്കളും കൂട്ടത്തിൽ കാണാതെ പോയ പേരുകാരനും ഇപ്പൊ എത്തി. ശത്രുക്കളെല്ലാം ഒറ്റപ്പടയായി നിരയൊപ്പിച്ചു മുന്നിൽ. അതും നല്ലത്. സംഘം ചേരുമ്പോ ബലം കൂടും. തന്റെ പ്രഭാഷണം കേട്ട് പ്രബുദ്ധനാവാൻ വിളിപ്പിച്ചതല്ല ഞാൻ. പാകിസ്ഥാൻ പണവുമായി വന്ന ആ വണ്ടി അത് തന്റെ പേരിലുള്ളതാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി രക്ഷയില്ല മാധവ. കുറ്റം രാജ്യദ്രോഹം. ഇത്തവണ താൻ സ്വദേശം രാജപാളയമായതുകൊണ്ടാവാം രാജപാളയം നായ്ക്കളുടെ സ്വഭാവവിശേഷങ്ങളുണ്ട് തന്റെ ശരീരഭാഷയിൽ. രാമദത്തനുണ്ണിയുമായി ചേർന്ന് എനിക്കെതിരെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷയായ ട്രാൻസ്ഫർ വിധിച്ച് മലകയറ്റി വിടുമ്പോ ഒരു വാക്കു പറയാൻ മറന്നു ഞാൻ. തിരിച്ചു വരരുതെന്ന്. ആ ഔദാര്യത്തിന് നന്ദി ഇങ്ങനെ തന്നെ കാണിക്കണം നീ. മാടമ്പത്തിനും കാണിച്ച ഒന്ന് കഴിവ്. നീ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മാധവ. അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് രാമനുണ്ണിയുടെയും മുകുന്ദന്റെയും കാലവാ. അതിന് ചൂട്ടും പിടിച്ച് വഴി നടക്കാനാടാ വടക്കേന്ത്യയിൽ നിന്ന് രാഖ്യരാമനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കേസിൽ നിന്ന് നീ എങ്ങനെ ഊരുവെന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ മാധവേട്ടാ, മാധവേട്ടാ, സാർ എന്ത് തെണ്ടിത്തരോ സാറി കാണിച്ചത്? സാറിനറിയോ ഇത് ആരാണെന്ന്? അറിയാടോ, കള്ളനോട്ട് കേസിലെ പ്രതി. എന്താടോ ഇങ്ങനെയല്ലേ ഇത്തരം കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇയാളുടെ എച്ചിൽ നിന്ന് വളഞ്ഞു പോയാണ് തന്റെ നട്ടല്ലെങ്കിൽ കുനിഞ്ഞു നിന്നോ. പക്ഷെ എന്നെ അതിന് പ്രതീക്ഷിക്കരുത്. മനസ്സിലായടോ? എന്താടോ മറുപടി പറയാൻ വയ്യേ? സാർ ദാറ്റ്സ് ഇറ്റ്. മാധവേട്ട ക്ഷമിക്കണം മാധവേട്ട, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ചതി. സാരമില്ല. പക്ഷേ അവൻ അച്ചു, അവനൊന്നും അറിയരുത്. ആരാടോ ഇവരൊക്കെ? മാധവേട്ടൻ അറസ്റ്റ് ചെയ്തു അറിഞ്ഞു വന്നവരാണ് സർ. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകാൻ പറയും, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ ബലം പ്രയോഗിച്ചാൽ പിരിഞ്ഞു പോകുന്നവരല്ല സാർ അവര്. താനാരടോ? ഞാൻ മാധവേട്ടന്റെ സഹായിയാ. നല്ല തടിയാണല്ലോടോ. മനസ്സും നല്ലതാണ് സാർ. സർ, സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ ദേവിയത് അച്ഛനെ വിട്ടയക്കണം. മാധവേട്ടന്റെ മകനാണ് അച്ചു. ചക്കക്കുരുന്റെ അത്രയും ഉണ്ടായിരുന്ന നീ ഇത്രയും വളർന്നോ? കാലം പോയ പോക്കേ. അച്ചുമോനെ, നിന്റെ തന്തയുടെ കാര്യം പോക്ക. പാകിസ്ഥാനിൽ അച്ചടിച്ച ഇന്ത്യൻ റുപ്പി ഇവിടെ കൊണ്ടുവന്നത് നിന്റെ അച്ഛന്റെ വണ്ടിയില. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നിന്റെ അച്ഛനാ സൗത്ത് ഇന്ത്യയിലെ ISI മണിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റ്. നുണയാണ് സർ, പച്ചക്കള്ളം. ഇന്നലെ രാത്രി ചന്ദ്രഗിരിയുടെ ഗ്യാരേജിൽ കിടന്നിരുന്ന വണ്ടി ആരോ മനഃപൂർവ്വം മോഷ്ടിച്ച് കൊണ്ടുപോയി തൊണ്ടി മുതലായ വണ്ടിയുടെ സ്ഥാനത്ത് അതിന് പകരം ഇട്ടിരിക്കുകയാണ്. പറയാനുള്ളതൊക്കെ ചെന്നങ്ങ് കോടതി പറഞ്ഞാൽ മതി. കോടതിയോ? അതെ, കോടതി. അറസ്റ്റ് ചെയ്ത കള്ളനോട്ട് കേസിലെ പ്രതിയെ കോടതിയിലല്ലാതെ പിന്നെ അമ്പലമുറ്റത്ത് ഹാജരാക്കാൻ പറ്റുമോ? മോൻ ചെല്ല്. സർ, സർ പ്ലീസ്,
എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനാണോ തെറ്റിയത്? നിന്റെ അച്ഛന്റെ ബയോഡേറ്റ ഞാനൊന്ന് പരിശോധിച്ചു. ശരിക്കും ഒരു ഫ്യൂഡൽ ഫാഷിസ്റ്റ്, കയ്യൂക്കിന്റെ ബലത്തിൽ കാര്യം നേടുന്ന കസവ് പതിച്ച ഗുണ്ട. അത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ അതേ ലൈനാണ് മോനുമെങ്കില് തൂക്കിയെടുത്ത് അകത്തിടും, അച്ഛന്റെ ഒപ്പം കൂട്ടുപ്രതിയായിട്ട്. കേട്ടോടാ? താൻ ഒരു പുല്ലും ചെയ്യില്ല. ജമാലെ, എങ്ങോട്ടാ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. അത് നടക്കില്ല. നടക്കും സാർ. എന്റെ അച്ഛനെ കണ്ടിട്ട് ഞാൻ പോകും. ദാ കണ്ടോ, ജനങ്ങളാണ് ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛന്റെ പ്രജകൾ. ഞാനൊന്ന് കൈ ഞൊടിച്ചാൽ മതി, അവരിങ്ങ് കേറി വരും. പിന്നെ തടുക്കാൻ കഴിയില്ല ആർക്കും, ഒരു ഓഫീസർക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? ആരാ അച്ഛന്? എന്താ അച്ഛാ പറ്റിയത്? നീ എന്തിനാ എപ്പോ ഇങ്ങോട്ട് വന്നേ? വർഗീസേ, ആരുടെ ദേഹത്താ കൈവെക്കുന്നതെന്ന് മറന്നുപോയോടോ? ഞാനല്ല മോനെ, ആ SP യാ. അപ്പൊ അന്ന മോനെ അച്ചു, വേണ്ട. ജമാലെ, അവനോടൊന്നും ചെയ്യരുതെന്ന് പറ. ചെല്ലേ. അച്ചു 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 വേണ്ട. ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ അയാൾ ആ ദേഷ്യം മുഴുവൻ മാധവേട്ടനെടുത്ത് തീർക്കും. ആദ്യം അച്ഛനെ പുറത്തിറക്കണം, എന്നിട്ട് മതി മറുപടി. നിൽക്കണം സാർ. ഞാനിപ്പോ പോകുന്നു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തൽ. ആരുടെയെങ്കിലും കൈത്തണ്ടയുടെ അഹങ്കാരം കാരണം എന്റെ അച്ഛന്റെ ആരോഗ്യ നിലയിൽ ഇപ്പൊ സംഭവിച്ച പോലെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പ്രതികരിക്കും ഞാൻ. ഐ വിൽ റിയാക്ട്.